ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പൊ നമ്മളുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു മീഷോ ഹോൾ ആണ് കേട്ടോ. അതും നമ്മൾ ഇതുവരെ ചെയ്യാത്തൊരു കാറ്റഗറിയാണ് മീഷോ ജ്വല്ലറി ഹോൾ. അതും 200 ബിലോ ഉള്ള ഇയറിംഗ് കളക്ഷൻസ് ആണ് ഇന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് പോണത് കേട്ടോ. എനിക്കിത് പർച്ചേസ് ചെയ്തിട്ട് ഭയങ്കര ഇഷ്ടമായി ഗൈസ്. വൺ ഓഫ് ദ ബെസ്റ്റ് പർച്ചേസിങ് ഇൻ മൈ ലൈഫ് എന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം. അത്രയും അടിപൊളിയായിട്ടുള്ള ഷോപ്പിംഗ് ആയിരുന്നു ഇത് പറയുന്നത്. കാരണം എനിക്ക് മേടിച്ചിട്ട് റിഗ്രറ്റ് അടിച്ചിട്ടേ ഇല്ല. അതുപോലെ തന്നെ ഞാൻ ഇഷ്ടപ്പെട്ട കുറച്ച് സംഭവങ്ങളാണ് പർച്ചേസ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഞാൻ എന്തായാലും വിചാരിച്ചു ഇതൊരു വീഡിയോ ആയിട്ട് ചെയ്യാന്നുള്ളത്. കാരണം ഫെസ്റ്റിവൽസ് ഒക്കെയാണ് വരുന്നത്. വിഷു പെരുന്നാൾ, അത് കഴിഞ്ഞാൽ വീണ്ടും പെരുന്നാൾ, അത് കഴിഞ്ഞാൽ വീണ്ടും ഓണം. ഓക്കെ, അപ്പം ഇത്രയും അഫോർഡബിൾ റേറ്റിൽ മീഷോയിലല്ലാതെ വേറെ എവിടെയും കിട്ടില്ല. കാരണം ഞാൻ ഈ കമ്മൽസ് ഒക്കെ ഇത് മേടിച്ചതിന് ശേഷം ഫ്ലിപ്കാർട്ടിലും അതുപോലെ തന്നെ വേറെ ഇതിലൊക്കെ പോയിട്ട് ആമസോണിലൊക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇതിന് 200 എബവ് ഉണ്ട് പ്രൈസ്. ചിലതിന് 394. അപ്പൊ ഞാൻ ഓർത്തു ഇത് എന്തായാലും വീഡിയോ ആയിട്ട് ചെയ്തേക്കാണെന്ന്. കാരണം ഇതിലെ ചില ഐറ്റംസ് നിങ്ങൾ കുറെ നാളായിട്ട് നോക്കി വെച്ചേക്കുന്ന ഐറ്റംസ് ആയിരിക്കും. പക്ഷെ ഇത് മീഷോയിൽ അത്ര പെട്ടെന്ന് സെർച്ച് ചെയ്താൽ കിട്ടില്ല. ഓക്കെ, ഞാൻ തന്നെ ഈ ഫോട്ടോ ഒക്കെ എടുത്ത് സെർച്ച് ചെയ്ത് എങ്ങനെയൊക്കെയോ കണ്ടുപിടിച്ചതാണ്. സോ ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. ഞാൻ എന്റെ അവസ്ഥ ഞാൻ പറയട്ടെ. മേക്കപ്പ് ഒക്കെ ചെയ്ത് ഞാൻ വന്നിരുന്നതാണ് ഗൈസ്. ഒലിക്കാൻ തുടങ്ങിട്ടോ. അത്രയും ചൂടാണ്. നമുക്കാണെങ്കിലും ഫാൻ ഇടാനും പറ്റില്ല. ഫാൻ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മര്യാദ കേൾക്കാനും പോണില്ല. അപ്പോ നമുക്ക് വീഡിയോ എന്ത് ചെയ്യാം, വേഗം കടക്കാം, വീഡിയോയിലേക്ക് കടക്കാം. ഓക്കെ ഗൈസ്, ഇതിലെ ഫസ്റ്റ് ഇയറിംഗ് എന്ന് പറയുന്നത് ഞാൻ ഒരുപാട് നാളായിട്ട് മേടിക്കണമെന്ന് ആഗ്രഹിച്ച ഒരു ഇയറിംഗ് ആണ് കേട്ടോ. ഒരു സ്റ്റഡ് ആണ് ആക്ച്വലി. ആ ഒരു ഐറ്റം എന്ന് പറയുന്നത് ഞാൻ കാണിച്ചു തരാം. വെയിറ്റ്, ഈ ഒരു ക്യൂട്ട് സ്റ്റഡ് ആണ് കേട്ടോ. ഒരു റെയിൻ ഡ്രോപ്പ് ഡിസൈനിലുള്ളത്. ഞാൻ കുറെ നാളായിട്ട് ഇത് മേടിക്കണമെന്ന് വിചാരിച്ചിരുന്നതാണ്. പക്ഷെ അഫോർഡബിൾ റേറ്റിൽ കിട്ടിയാലേ മേടിക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. പക്ഷെ ഈ സംഭവം എനിക്ക് ഇതുവരെ എൻ്റെ ലൈഫിൽ ഈ ഒരു ഡിസൈനിൽ എനിക്ക് കിട്ടിയിട്ടില്ല. ഇപ്പോഴാണെങ്കിലോ ഇത് ഭയങ്കര ട്രെൻഡിങ്. എന്താ പറയാ, മോഡേൺ ഷർട്ട്സിന്റെ ഒക്കെ കൂടെ എന്ത് രസമാണെന്ന് അറിയാം. ഞാൻ ഇത്തവണ ഡൽഹി പോയപ്പോൾ ഇത് മാച്ച് ചെയ്ത് പെയർ ചെയ്തായിരുന്നു കേട്ടോ ഒരു ഷർട്ടിന്റെ കൂടെ. എൻ്റെ മോനെ എന്തൊരു കോംപ്ലിമെന്റ്സ് ആയിരുന്നു അറിയോ. മീൻസ് കാണുന്നവരൊക്കെ ചോദിക്കായിരുന്നു എന്താ പറയാ എവിടുന്ന് മേടിച്ചതെന്നുള്ളത്. അവരെ വിചാരം ഞാൻ അവിടുന്ന് മേടിച്ചാണെന്നാണ്. എനിക്കല്ലേ അറിയുള്ളൂ ഞാനിതൊക്കെ ഇവിടുന്ന് പർച്ചേസ് ചെയ്തിട്ട് ഇട്ടോണ്ട് പോയതാണെന്ന്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇതൊരു പക്ക സിൽവർ അല്ല കേട്ടോ. കാരണം ഇതൊക്കെ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ പക്ക സിൽവറിൽ വന്നു കഴിഞ്ഞാൽ ഭയങ്കര ബോറായിരിക്കും. പക്ഷെ ഇത് പറയുന്നത് ഒരു സിൽവറി, ഒരു ഗ്ലൈസിംഗ് ഉള്ള ഒരു സിൽവർ ആണ് ഗൈസ്. അതാണ് ഇതിന്റെ പ്രത്യേകത. കാരണം നമുക്ക് ഇട്ട് കഴിഞ്ഞാല്, അതായത് ഈ സിൽവർ ജ്വല്ലറീസ് ഒന്നും ചില ആൾക്കാർക്ക് മാച്ചിങ് ഉണ്ടാവില്ല. ഞാനും ആ കൂട്ടത്തിൽ പെട്ടതാണ്. എനിക്ക് സിൽവർ ഒക്കെ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു അണ്ണാച്ചി ലുക്ക് വരും. അതുകൊണ്ട് എനിക്ക് സിൽവർ ജ്വല്ലറീസ് എടുക്കാൻ ഭയങ്കര പേടിയാണ്. പക്ഷേ ഇത് എന്നെ ഞെട്ടിച്ച് കളഞ്ഞ ഗൈസ്. മീഷോയിൽ ഇങ്ങനത്തെ ഡിസൈനിൽ വേറെ ഇയറിംഗ്സ് ഉണ്ട്. പക്ഷെ അതൊക്കെ എന്താ പറയാ കറക്റ്റ് സിൽവർ ആയിരിക്കും ഗൈസ്. പക്ക സിൽവർ. നമുക്ക് ഇട്ട് കഴിഞ്ഞാൽ ഒരു ബംഗാളി ലുക്ക് വരും എന്നൊക്കെ പറയില്ലേ, അങ്ങനത്തെ ഒരു സിൽവർ. അപ്പോൾ അതുകൊണ്ട് ഞാനത് സ്കിപ്പ് ചെയ്ത് കളഞ്ഞ് കുറെ പരതിയിട്ടാണ് ഈ ഐറ്റംസ് ഞാൻ ഒപ്പിച്ചെടുത്തിട്ടുള്ളത് കേട്ടോ. അത് ആദ്യം തന്നെ പറയാം. കാരണം നമ്മുടെ വിഷ് ലിസ്റ്റിലോ അല്ലെങ്കിൽ സ്ക്രോൾ ചെയ്യുമ്പോഴോ ഒന്നും ഇങ്ങനത്തെ സാധനങ്ങൾ വരില്ല ഗൈസ്. നമുക്ക് അത്യാവശ്യമുള്ള അല്ലെങ്കിൽ നമ്മൾ മേടിക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊന്നും നമ്മുടെ ഫീൽഡിൽ വരില്ല. അത് നമ്മൾ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കണം, തപ്പി പിടിച്ച് കണ്ടുപിടിക്കണം. അപ്പൊ അങ്ങനെ കണ്ടുപിടിച്ച ഐറ്റംസ് ആണ് ഇതെന്ന് പറയുന്നത്. ഇതിൽ കാണിക്കുന്ന എല്ലാ ജ്വല്ലറീസും അണ്ടർ 200 ബിലോ വരുന്ന സംഭവങ്ങളാണ്. അതുകൊണ്ട് ഞാൻ ഓരോന്നിന്റെയും പ്രൈസ് ഇങ്ങനെ എടുത്ത് പറയുന്നില്ല കേട്ടോ. ഇതിനൊക്കെ ഒരു 101 ആ ഒരു റേഞ്ചിലാണ് ഇതിന് പ്രൈസ് വന്നിട്ടുള്ളത്. ചിലപ്പോൾ ചെറിയൊരു വേരിയേഷൻ ഒക്കെ ഉണ്ടാവും. ചിലപ്പോൾ കുറഞ്ഞിട്ടുണ്ടാവും, ചിലപ്പോൾ കൂടിയിട്ടുണ്ടാവും. എന്തായാലും 200 എബവ് പോവില്ല, അത് ഞാൻ ഉറപ്പ് തരാം. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മളുടെ ഫസ്റ്റ് ഇയറിംഗ് എന്ന് പറയുന്നത്. ഇതിൽ കാണിച്ചിട്ടുള്ള എല്ലാ പ്രൊഡക്ട്സിന്റെയും ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷൻ്റെ അകത്തായിരിക്കും കൊടുക്കുന്നുണ്ടാവുക. കാരണം കമന്റിൽ പിന്നായിട്ട് കൊടുത്തു കഴിഞ്ഞാലും അത് ഇൻവാലിഡ് ആയിട്ട് പോണുണ്ട് കേട്ടോ. ഇനിയിപ്പോ പിൻ ചെയ്ത് വെച്ച് കഴിഞ്ഞാലും കുറച്ച് ദിവസം കഴിഞ്ഞ് നോക്കുമ്പോൾ ആ കമന്റ് കാണാനില്ല, എവിടെ പോണോ എന്തോ. അപ്പൊ ഞാൻ എന്തായാലും ഇത് ഡിസ്ക്രിപ്ഷനിൽ ടൈപ്പ് ചെയ്തിട്ട് നിങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ കാണുന്ന രീതിയിൽ ഞാൻ ഇതിന്റെ എല്ലാ ലിങ്ക്സ് കൊടുക്കുന്നതായിരിക്കും. സോ നമ്മളുടെ ഫസ്റ്റ് വൺ പറയുന്നത് ഇതാണ് കേട്ടോ. ഒരു ഇയർ കാണാൻ പറ്റുന്നില്ല ഗൈസ്, അതാ കണ്ടോ. ഓക്കെ ഗൈസ്, അടിപൊളിയായിരിക്കും ഗൈസ് ഇത്. എന്തൊരു രസമെന്നറിയോ. ഈ കമ്മൽസ് ഒക്കെ ഉണ്ടല്ലോ, ഞാനിത് ലൈഫിലും കേടുവരുത്താണ്ട് ലൈഫിലും കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്ന കമ്മൽസ് ആണ്. ഓക്കെ, അപ്പൊ ഇതാണ് ഫസ്റ്റ് വൺ.
ആൻഡ് അടുത്ത കമ്മൽ എന്ന് പറയുന്നത്, അടുത്ത ഇയറിംഗ് എന്ന് പറയുന്നത്, ഞാൻ ഇത്തവണ ഡൽഹിയിൽ പോയപ്പം അവിടുത്തെ വ്ളോഗ്സ് ഇട്ടപ്പം അവിടുത്തെ ഫോട്ടോസ് ഇട്ടപ്പം ഒത്തിരി പേര് ലിങ്ക് ചോദിച്ചു വന്ന ഒരു കമ്മലാണ്. ഇപ്പോഴും എൻ്റെ ഡൽഹി വ്ളോഗ്സ് എടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, അതിൽ കുറേ കമന്റ്സ് ഉണ്ടാവും ലിങ്ക് ചോദിച്ചിട്ട്. ഞാൻ അവരോടൊക്കെ പറഞ്ഞിട്ടുള്ളത് ഇതൊരു വീഡിയോ ആയിട്ട് ചെയ്യാൻ തന്നെയാണ്. സോ അതാണ് ഈ ഒരു വീഡിയോ. സോ ഗൈസ്, ഇത് നിങ്ങൾക്കും കൂടി വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ ഈ ഒരു കമ്മലിന്റെ വീഡിയോ. ഓക്കെ, അപ്പൊ പിന്നെ ഇൻസ്റ്റയിലും കുറെ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതിന്റെ ലിങ്ക്. ഇൻസ്റ്റയിൽ വന്നവർക്കൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ. കാരണം യൂട്യൂബിൽ നമുക്ക് അങ്ങനെ റിപ്ലൈ കൊടുക്കുമ്പോഴും അതിന്റെ ലിങ്ക് ഇൻവാലിഡ് ആയിട്ട് പോവാണ്. സോ അതുകൊണ്ടാണ് ഒരു വീഡിയോ ആയിട്ട് തന്നെ ചെയ്യാന്ന് പറയുന്നത്. സോ വിതൗട്ട് എനി ഫർദർ ഡിലേ, ഇതാണ് ആ ഒരു കമ്മല് ഗൈസ്. ഇതാണ് ആ ഒരു കമ്മല്. സോ ബ്യൂട്ടിഫുൾ, സോ പ്രിറ്റി, സോ അമേസിങ് ഗൈസ്. ഈ കുർത്ത ഒക്കെ അല്ലേ, ഷോർട്ട് കുർത്ത, ലോങ് കുർത്ത, ചുരിദാർ സെറ്റ്, ദുപ്പട്ട സെറ്റ്, അതിന്റെ ഒക്കെ കൂടെ എന്ത് ഭംഗിയായിരിക്കും എന്നറിയോ. ഇതിട്ടിട്ട് ഞാനൊരു ഫോട്ടോഷൂട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ ഡൽഹിന്ന്. അതിന്റെ വീഡിയോ അല്ല, അതിന്റെ ഫോട്ടോസ് വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. കണ്ടോ, സോ പ്രിറ്റി, സോ പ്രിറ്റി. എനിക്ക് ഏറ്റവും കൂടുതൽ ഇത് മാച്ചിങ് ആയിട്ട് തോന്നിയിട്ടുള്ളത് എത്തനിക് കോസ്റ്റ്യൂമിന്റെ കൂടെ പൊളിയായിരിക്കും ഗൈസ്. അതുപോലെ തന്നെ ഹെയർ സ്റ്റൈൽ ഇതുപോലെ ഇങ്ങനെ വിരിച്ചിട്ട് ആ ഒരു ഹെയർ സ്റ്റൈലില്ലേ, അതിന്റെ കൂടെ ഈ കമ്മല് പക്ക പൊളിയാണ് ഗൈസ്. ഇതൊക്കെ എന്താ പറയാ, ഈ ഡിസൈനില് ഇതിന്റെ ഈ കമ്മല് കണ്ടോ, ഇതിന്റെ താഴെ ഒരു എക്സ്ട്രാ ഒരെണ്ണം കൂടി തൂങ്ങിയിട്ടുള്ള സെയിം ഡിസൈൻ മീഷോയിലുണ്ട്. പക്ഷെ അതെനിക്ക് ഭയങ്കര ബോറായിട്ട് തോന്നി. എന്താ പറയാ, ഭയങ്കര ബോറായിട്ട് തോന്നി. അപ്പൊ അതുകൊണ്ട് ഞാൻ ഇത് മേടിച്ചു. പിന്നെ ഞാൻ മേടിക്കാൻ ഉദ്ദേശിച്ചതും ഇങ്ങനത്തെ കമ്മൽ തന്നെയാണ്. അതും എനിക്ക് വേണ്ട. ഓക്കെ, അത് ഭയങ്കര ബോറായിട്ട് എനിക്ക് തോന്നി. ഞാൻ അതിന്റെ ഡിസൈൻ ഇവിടെ സൈഡിൽ കൊടുക്കാം. കണ്ടോ, ഇത് എന്തൊരു ഭംഗിയാന്ന് അറിയാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇത് ഓക്സിഡൈസ്ഡ് ആണ് കേട്ടോ. ഇത് കംപ്ലീറ്റ് ഓക്സിഡൈസ്ഡ് ആണ്. പിന്നെ സെന്ററിൽ ഒരു മിറർ വരുന്നുണ്ട്. ഈ മിററിൽ നോക്കിയാൽ നമ്മുടെ ഫേസ് കാണാനും പറ്റും. അതായത് നമ്മൾ ഈ ട്രാവലൊക്കെ ചെയ്യുമ്പോൾ കൊണ്ടിറങ്ങണ കുഞ്ഞു മിററൊക്കെ ഇല്ലേ, എന്തെങ്കിലും പൗഡർ പുതിയടിയാനൊക്കെ, അങ്ങനത്തെ ഇതിൽ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെയാണോ നമ്മുടെ ഫേസ് കാണാൻ പറ്റുക അത്രയും ക്ലാരിറ്റിയിൽ നോക്ക് ഗൈസ്. നോക്ക്. ദിസ് ഇസ് മീ. ഓക്കെ, അത്ര അടിപൊളിയായിട്ടുള്ള കമ്മലാണ് കേട്ടോ ഇത്. ഇതാ ഇങ്ങനെ കൊളുത്ത് വന്നിട്ടുള്ള ഒരു കമ്മലാണ്. ആൻഡ് അതിന്റെ താഴെ തന്നെ ചിക്കിലി ഇങ്ങനത്തെ ഇങ്ങനെ സംഭവങ്ങളും ഉണ്ട്. ആൻഡ് ദിസ് ഇസ് വൺ ഓഫ് ദ അമേസിംഗ് പർച്ചേസിംഗ് ഓൺ മൈ ലൈഫ് ടൈം. അടിപൊളി കമ്മലാണ്. സോ ഇതിന്റെ ലിങ്കും കൊടുത്തേക്കാം. ഇതില് ഏറ്റവും അടിപൊളിയായിട്ടുള്ള ഒരു സംഭവമുണ്ട്. അതായത് ഈ ഹോൾ വീഡിയോക്കകത്ത് ഭയങ്കര എനിക്ക് കുറേ കോംപ്ലിമെന്റ്സ് വന്നൊരു കമ്മല്. അതായത് നമ്മളുടെ ഈദ് മേക്കപ്പ് ലുക്കിന്റെ അകത്ത് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്ന കമ്മല്, അതിന്റെ ലിങ്ക് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഗൈസ്. അത് നമ്മൾ ലാസ്റ്റ്. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് കമ്മൽ എന്ന് പറയുന്നത് ഇതാണ് ഞാനിപ്പോ ഇട്ടിട്ടുള്ളത്. അതായത് ഇതെന്ന് പറയുന്നത് ഒരു റൗണ്ട് ഇയറിംഗ് ആണ് കേട്ടോ. ഒരു ബ്ലാക്ക് സിമ്പിൾ ഡിസൈനിൽ വരുന്നതാ. കണ്ടോ, ഇങ്ങനെ ലോക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഇയറിംഗ് ആണ് ഇതെന്ന് പറയുന്നത്. ഭയങ്കര ചീപ്പ് പ്രൈസ് ആണ് ഗൈസ്. ഇതിന്റെ പ്രൈസ് നിങ്ങൾ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഞെട്ടല് വരും. അങ്ങനത്തെ ചീപ്പ് പ്രൈസിലാണ് എനിക്കിത് കിട്ടിയത്. ഒരു ബ്ലാക്ക് ആണ് കേട്ടോ. അതായത് ഇതിന്റെ സിൽവർ ഉണ്ട്, ഇതിന്റെ വൈറ്റ് ഉണ്ട്, ഇതിന്റെ കളർ ചേഞ്ചസ് ഒരുപാടുണ്ട് കേട്ടോ. കോംബോ ആയിട്ട് നമുക്ക് എടുക്കാം. അപ്പോൾ പ്രൈസിൽ കുറച്ച് ഡിഫറൻസ് വരും. എനിക്ക് ബ്ലാക്ക് വേണമായിരുന്നു ഗൈസ്. എൻ്റെ കയ്യിൽ സിൽവർ ഉണ്ട്, ഓൾറെഡി ഉണ്ട്, പക്ഷെ ബ്ലാക്ക് ഇല്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ ബ്ലാക്ക് മേടിച്ചു. നല്ല രസമില്ലേ? എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഗൈസ് ഈ പർച്ചേസിങ്. അതാ ഞാൻ പറഞ്ഞ, ഈ ഹോൾ വീഡിയോക്കകത്ത് ഞാൻ പർച്ചേസ് ചെയ്ത എല്ലാ സംഭവങ്ങളും എനിക്ക് എൻ്റെ ലൈഫ് ടൈമിൽ പർച്ചേസ് ചെയ്തതിൽ ഏറ്റവും ബെസ്റ്റ് പർച്ചേസിങ് ആയിരുന്നു. ഓക്കെ, ഭയങ്കര ഇഷ്ടമായി എനിക്ക്. ഓക്കെ, ഇതാണ് നെക്സ്റ്റ് കമ്മല്. ഇത് പറയുന്നത് എത്തനിക്സിന്റെ കൂടെ ആസ് വെൽ ആസ് മോഡേൺ ഡ്രസ്സിന്റെ കൂടെ നമുക്ക് പൊളിയായിട്ട് പെയർ ചെയ്യാം. അതുപോലെ തന്നെ ഈ ഇതിൽ കാണിച്ചേക്കുന്ന ഇത്രയും ടൈമായിട്ട് ഞാൻ കാണിച്ചുകൊണ്ടിരിക്കുന്ന ഇയറിംഗ്സ് എല്ലാം നിങ്ങൾക്ക് ഡെയിലി വേഴ്സിന് യൂസ് ചെയ്യാം. കോളേജസ്, ഓഫീസ് വർക്ക്സ്, എവിടേക്ക് വേണമെന്നുണ്ടെങ്കിലും ഡെയിലി യൂസ് ചെയ്യാൻ പറ്റിയ കമ്മൽസ് ആണ് കേട്ടോ. ഇതൊക്കെ കണ്ടോ, ഓഫീസിനും കോളേജിനും ഇട്ട് പോകാൻ പറ്റിയ, സ്കൂൾക്കൊക്കെ ഇട്ട് പോകാൻ പറ്റിയ കമ്മലാണ്. ഒട്ടും തന്നെ ഓവർ അല്ല, എന്നാൽ കുറച്ച് എന്താ പറയാ, അടിപൊളിയായിട്ടുള്ള കമ്മലല്ലേ ഗൈസ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ ഇത്.
ഇത് എന്താ പറയാ, നമുക്ക് ഡെയിലി ഇട്ടടക്കാൻ പറ്റിയ കമ്മല് ഗൈസ്. ഡെയിലി ഒക്കെ പെട്ടെന്നൊക്കെ പുറത്തൊക്കെ പോകുമ്പോൾ അത് കണ്ടു കഴിഞ്ഞാൽ ഒരാൾ ഓ എന്തോ അങ്ങനെ പറയാത്ത രീതിയിലുള്ള ഒരു കമ്മലില്ലേ, അതാണ് இந்த കമ്മല്. ഓക്കെ, ഇത് നമുക്ക് ട്രഡീഷണൽ കുർത്തീസിന്റെ കൂടെ, എത്തനിക്സിന്റെ കൂടെ, മോഡേൺ വെയർസിന്റെ കൂടെ ആസ് വെൽ ആസ് എല്ലാ കോസ്റ്റ്യൂംസിന്റെ കൂടെയും നമുക്കിത് മാച്ച് ആയിട്ട് പോണ ഒരു കമ്മലാണ്. ആൻഡ് ഇതിന്റെ പെയിന്റ് ഇളകില്ല കേട്ടോ. ഇത് ഫിക്സഡ് ആണ്, പെർമനന്റ് പെയിന്റിംഗ് ആണ്. ഇതിന്റെ കളറൊന്നും പോവാൻ പോകുന്നില്ല. ഓക്കെ, അപ്പൊ ഇതാണ് നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത്. ഇപ്പൊ എത്ര എണ്ണം കാണിച്ചു? 1 2 3 മൂന്നെണ്ണം കാണിച്ചു കേട്ടോ. അപ്പൊ 4 എണ്ണമാണ് ഈ ഒരു വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത്. കാരണം ഇനി കുറെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോ ഭയങ്കര ലാഗ് ആയിട്ട് പോവും. അപ്പൊ നെക്സ്റ്റ് വൺ നോക്കാം. ഓക്കെ, സോ ഗായ്സ്, നമ്മളുടെ ഫൈനൽ ഇയർ റിംഗ്, അതായത് ഈ ഒരു വീഡിയോയില് ലാസ്റ്റിക്ക് വെച്ച ആ ഒരു യമണ്ടൻ ഐറ്റംസ് എന്ന് പറയാൻ പറ്റില്ല, ഐറ്റം ആണ് ഇപ്പൊ നിങ്ങൾ കാണാൻ പോകുന്നത്. ഓ മൈ ഗോഡ്, ഒരു ആനച്ചന്തം എന്ന് പറയില്ലേ, അങ്ങനത്തെ കമ്മല് ഗൈസ്. ഓ മൈ ഗോഡ്, ഓ മൈ ഗോഡ്. ഓക്കെ, ഞാൻ ഇങ്ങനത്തെ ഒരു കമ്മല് ആക്ച്വലി നമ്മൾ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഗൈസ്, ഈ വർഷത്തല്ല കഴിഞ്ഞ വർഷത്തെ നവരാത്രി മേക്കപ്പ് ലുക്ക്. അതില് ഞാനൊരു കമ്മൽ ഇട്ടിട്ടുണ്ടായിരുന്നില്ലേ, ഒരു ഇതേ കളറിൽ, അതായത് ഈ കളറിൽ ആ ഒരു കമ്മൽ എടുത്തതിന് ശേഷം ഞാൻ പിന്നെ ഈ ഡിസൈനിൽ ഈ കളറിൽ കമ്മൽ എടുത്തിട്ടേ ഇല്ല കേട്ടോ. കാരണം ഇങ്ങനത്തെ കമ്മൽസിന്റെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാല് ഒരൊറ്റ കമ്മല് മതി, നമുക്ക് എല്ലാ ഡ്രസ്സിന്റെയും കൂടെ പെയർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ഞാൻ വേറെ കമ്മലൊന്നും നോക്കിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ മീഷോ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുമ്പം இந்த സാധനം എന്റെ കണ്ണിൽ കുത്തി ഗൈസ്. പിന്നെ എന്നെ വിടണില്ല, എന്റെ ഉറക്കം തന്നെ കളഞ്ഞ ഒരു മുതലാണിത്. അത്ര അടിപൊളി. ഐ ജസ്റ്റ് ലവ് ദിസ് ഇയറിംഗ്. എന്താ പറയാ, ഹാർട്ട് ഓഫ് ബോട്ടം എന്ന് ഞാൻ പറയാണ്. എന്റെ മോസ്റ്റ് ഫേവറേറ്റ് കമ്മല് ഇതായിരിക്കും ഗൈസ്. പൊട്ടാനോ ചീറ്റാനോ പോണില്ല, കാരണം ഇത് ആ ഒരു രീതിയിലാണ് ഇതിന്റെ ഡിസൈനിങ് എന്ന് പറയുന്നത്. കാരണം എന്താണെന്നറിയോ, കണ്ടോ, ഇത് വെൽഡ് ചെയ്തിട്ടാണ് ഗൈസ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് ഇത് കംപ്ലൈന്റ് ആവാന്നുള്ള ഒരു ചോദ്യമേ വേണ്ട. കാരണം വെൽഡ് ചെയ്തുണ്ട്, അതായത് ഒട്ടിച്ചോ അല്ലെങ്കിൽ ഗ്ലൂ വെച്ച് ഒട്ടിച്ചോ ഉണ്ടാക്കിയതിന്റെ കമ്മലല്ല ഇത് വെൽഡ് ചെയ്തതാണ്, ഇലക്ട്രിക്കലി വെൽഡ് ചെയ്ത കമ്മൽസ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നോ കംപ്ലൈന്റ്. ഓക്കെ, ഒരിക്കലും കംപ്ലൈന്റ് വരില്ല. ലൈഫ് ലോങ് നമ്മുടെ ജ്വല്ലറി ബോക്സിൽ വെക്കാൻ പറ്റിയ ഒരു ഐറ്റം ആണ് ഇത്. അപ്പൊ ഇതാണ് ഞാൻ ഏത് മേക്കപ്പ് ലുക്കിൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. എല്ലാവരും കണ്ടിട്ടുണ്ടാവുമല്ലോ അല്ലെ, കുറെ പേര് എൻ്റെ അടുത്ത് ലിങ്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആൻഡ് അപ്പോ കണ്ടോ, ചുരിദാറിന്റെ കൂടെ, സാരിയുടെ കൂടെ, ആസ് വെൽ ആസ് എത്തനിക് സെറ്റ്സ്, ട്രഡീഷണൽ വെയർസ്, മോഡേൺ ആസ് വെൽ ആസ് എല്ലാത്തിൻ്റെയും കൂടെ അങ്ങോട്ട് പോകും ഗൈസ്. കാരണം നിങ്ങൾ ഒരു ഓക്സിഡൈസ്ഡ് ലുക്കാണ് ഉദ്ദേശിക്കുക, അതായത് മോഡേൺ, അതിൽ നമ്മുടെ ട്രഡീഷണൽ ഒഴുകി ചേർന്ന ഒരു ലുക്ക് ഉണ്ടാവില്ല. അതായത് ഈ ജീൻസിന്റെ കൂടെ ഷർട്ടൊക്കെ ഇട്ടിട്ടുള്ള ലുക്ക്, അതായത് അതിന്റെ കൂടെ ഒരു ഇന്ത്യൻ ടച്ച് കൊണ്ടുവരുമ്പോൾ ഈ കമ്മൽ എടുക്കാം. ഞാൻ അങ്ങനത്തെ ഒരു ഫോട്ടോഷൂട്ട് ഉദ്ദേശിക്കുന്നുണ്ട് ആക്ച്വലി. അപ്പം അതിലെന്തായാലും എനിക്ക് ഈ കമ്മൽ എഗൈൻ കാണാൻ വേണ്ടിയിട്ട് പറ്റും ഗൈസ്. ഓക്കെ, എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഗൈസ്. ഇതിന്റെ ഡിസൈൻ എന്ന് പറയുന്നത് ഇത് ഒട്ടിച്ചേക്കുന്നതാണ് കേട്ടോ. ഇവിടെ കണ്ടോ, അതായത് ഈ ഗ്ലാസിന്റെ ഈ ഗ്ലാസ്സിൽ നമുക്ക് നമ്മുടെ ഫേസ് കാണാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. ഗ്ലാസിന്റെ ചുറ്റിലും കണ്ടോ ഒരു ഡിസൈന്, ഇത് അവിടെ ഒട്ടിച്ചേക്കുന്നതാണ്, പക്ഷെ പോവില്ല, ഇളകി പോരൂല. ഓക്കെ, പിന്നെ അതിന്റെ താഴെ ഇങ്ങനത്തെ കിലുകിലുകിലുകില് സംഭവങ്ങൾ വന്നിട്ട് അതുമ്മ കൊളുത്തിട്ടേക്കുന്നതാണ്. ഇത് നമുക്ക് അയച്ചു മാറ്റാനൊക്കെ പറ്റും. സോ പക്ഷെ ഞാൻ അതിന് മുതിർന്നില്ല. പക്ഷെ എനിക്ക് ഈ കമ്മൽ ഇങ്ങനെ കാണാനാണ് ഇഷ്ടം. ഓക്കെ, ഈ കമ്മൽ ഒന്നും ചെയ്യാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഈ കമ്മൽ എനിക്ക് ഇങ്ങനെ തന്നെ വേണം. ഓക്കെ ഗൈസ്, അങ്ങനെ ഞാൻ പർച്ചേസ് ചെയ്ത ഒരു ഐറ്റാണ്. പിന്നെ താഴെ താണ്ട് ഈ കുടമാറ്റം പോലത്തെ ഒരു ഡിസൈന്. ആൻഡ് ഞാൻ പിന്നെയും പറയാണ്, ദിസ് ഇസ് ദ ബെസ്റ്റ് എവർ പർച്ചേസിങ് ഓൺ മൈ ലൈഫ് ടൈം. ആൻഡ് ഈ സംഭവങ്ങൾ ഞാൻ ലൈഫിൽ വിടില്ല ഗൈസ്. എന്റെ ജ്വല്ലറി ബോക്സിൽ ലൈഫ് ടൈം ഉണ്ടാവുന്ന ഒരു ഐറ്റം തന്നെ ആയിരിക്കും ഇത്. സോ ഈദാണ് വരുന്നത്, വിഷു വരുന്നത്, എന്തൊക്കെ ഫെസ്റ്റിവൽസ് ആണ് വരുന്നത്, നവരാത്രി ഒക്കെ ഇനി വരുന്നുണ്ട്. സോ നിങ്ങൾക്ക് ഇയർ റിങ് മേടിക്കണമെന്നുണ്ടെങ്കിൽ ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം പർച്ചേസ് ചെയ്യാം. ആൻഡ് ഇത് പർച്ചേസ് ചെയ്യാം ആസ് യുവർ വിഷ്. നിങ്ങൾക്ക് ഇതിൽ ഏതാണ് ഇഷ്ടമായ എന്നുള്ളത് കമന്റിൽ പറയാൻ വേണ്ടിയിട്ട് മറക്കരുത് കേട്ടോ. ആൻഡ് ഈ കമ്മൽ ഇഷ്ടമാവാത്ത ആരെങ്കിലും ഉണ്ടെന്നുണ്ടല്ലോ ഒന്ന് കമന്റ് ചെയ്യണേ. ഓക്കെ, അങ്ങനെ ആരും ഉണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. സോ
ഗൈസ് ഇതാണ് നമ്മളുടെ ഫൈനൽ സാധനം. പക്ഷേ ഈ കമ്മലിന്റെ വേറൊരു സംഭവം എന്താണെന്ന് അറിയോ ഗൈസ്, ഈ കമ്മല് ഫ്ലിപ്കാർട്ടിൽ നല്ല വിലയുണ്ട് കേട്ടോ. 394 അങ്ങനെ എന്തോ ആണ് പ്രൈസ് ഇട്ടിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മളിപ്പോ പുറമേ നിന്ന് മേടിക്കുകയാണെന്നുണ്ടെങ്കിലും, അതായത് പുറമേ ഉള്ള ഫാൻസി ഷോപ്സിൽ നിന്ന് മേടിക്കുകയാണെങ്കിൽ പോലും ഇതിന് 500 സംതിങ് വില ഇടും അവര്. നിങ്ങൾ ഡൗട്ട് ഉണ്ടല്ലോ എന്ന് ചോദിച്ചു നോക്ക്. ഓക്കെ, അത്രയും വിലയുള്ള ഒരു വിലപിടിപ്പുള്ള ഐറ്റമാണ് നമുക്ക് 200 ബില്ലായിട്ട് മീഷോന്ന് കിട്ടിയിട്ടുള്ളത്. ഞാൻ പിന്നെയും പറയാൻ ഇത് കംപ്ലൈന്റ് ആവാനേ പോണില്ല. കാരണം ദിസ് ഇസ് വെൽഡഡ് ഇയർ റിംഗ്. ഓക്കെ, ഇലക്ട്രിക്കലി വെൽഡ് ചെയ്ത ഇയർ റിംഗ് ആണ്. ഇതിന്റെ ഈ കമ്മലിന്റെ പുറകിൽ വരുന്ന കാലുണ്ടല്ലോ, അതുപോലും വെൽഡ് ചെയ്തിട്ടാണ് വെച്ചേക്കുന്നത്. സാധാരണ ഞാൻ മേടിക്കുന്ന കമ്മൽസിന്റെ കവടാണ് കേട്ടോ പൊട്ടാറുള്ളത്. ഇളകിപ്പോരും, ഒട്ടിച്ച് വെച്ചേക്കുന്നൊക്കെ കാരണം ഇളകി പോരാറുണ്ട്. അപ്പൊ ഈ കമ്മലിന് ആ ഒരു പ്രശ്നം ഒന്നുമില്ല. ഈ കമ്മലിനല്ല, ഇതിൽ കാണിച്ചു തന്നിരിക്കുന്ന എല്ലാ കമ്മൽസും വെൽഡ് ചെയ്ത് ഉണ്ടാക്കിയിരിക്കുന്നതാണ്. സോ ഡോണ്ട് ബി അഫ്രൈഡ് ഓഫ് ദാറ്റ്. ഓക്കെ, ദാറ്റ് കൈൻഡ് ഓഫ് പേടി നോ, വേണ്ട ഗൈസ്, വേണ്ട. ഓക്കെ, അപ്പം ഇതാണ് നമ്മുടെ ലാസ്റ്റ് വൺ എന്ന് പറയുന്നത്. സോ അപ്പം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഭയങ്കര യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആയെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യുക ഗൈസ്. ഓക്കെ, അപ്പം ഇതിലെ ലിങ്ക് അല്ല, മീഷോയിൽ കോഡാണല്ലോ, കോഡ് എന്തായാലും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ചെക്ക് ചെയ്ത് നോക്കുക. ആൻഡ് എന്താ പറയുക, പർച്ചേസ് ചെയ്തിട്ട് അതിന്റെ ഫീഡ്ബാക്ക് അറിയിക്കുക. ഫീഡ്ബാക്ക് എന്തിനാ, നിങ്ങൾക്ക് ഇഷ്ടമായോ ഇല്ലയോ എന്ന് എനിക്കും കൂടെ അറിയണ്ടേ. ഓക്കെ ഗൈസ്, അപ്പം എന്താ പറയാ, എനിക്ക് ഈ ഒരു ഹോൾ വീഡിയോ ചെയ്യാനിട്ട് ഭയങ്കര മുട്ടലായിരുന്നു ഗൈസ്. കാരണം ഐ ആം സോ എക്സൈറ്റഡ് ടു ഷെയർ ദിസ് കണ്ടന്റ് വിത്ത് യു ഗൈസ്. കാരണം എല്ലാവർക്കും യൂസ്ഫുൾ ആവുമെന്ന് എനിക്കറിയാം. കാരണം ഈദ് വരികയാണ്, വിഷു വരികയാണ്, ഓണം വരികയാണ്, അത് കഴിഞ്ഞാൽ പിന്നെയും പെരുന്നാൾ വരികയാണ്, പിന്നെന്താ നവരാത്രി വരികയാണ്. അങ്ങനെ ഫെസ്റ്റിവൽസിന്റെ ഒരു ഗ്രൂപ്പ് ഓഫ് ഫെസ്റ്റിവലിന്റെ കാലാണ്. അപ്പൊ നിങ്ങൾ എന്തായാലും ജ്വല്ലറീസ് നോക്കി നടക്കായിരിക്കും, ഇയർ റിംഗ് നോക്കി നടക്കായിരിക്കും, ബാംഗിൾസ് നോക്കി നടക്കായിരിക്കും. ഐ നോ. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ നേരത്തെ മേടിച്ചു വെച്ചിട്ടോ. ഞാൻ ഈ ഫെസ്റ്റിവൽസ് വരുന്നതിന് മുന്നേ തന്നെ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ പർച്ചേസ് ചെയ്ത് വെക്കും. കാരണം ഷൂട്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് എനിക്ക് എന്തായാലും മസ്റ്റ് ആണ്. ഓക്കെ, ഇങ്ങനത്തെ ഒരു കൊല്ലം മുന്നേ സെർച്ച് ചെയ്ത് തുടങ്ങിയ ഐറ്റംസ് ആണ്, അത് വേറെ കാര്യം. ഓക്കെ, ഇപ്പോഴാണ് എനിക്കത് മേടിക്കാൻ പറ്റിയത്. സോ അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മളുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത്. പ്രൊഡക്ട്സിന്റെ ലിങ്ക്സ് ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. ആൻഡ് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ആൻഡ് ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ഇതിന്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനാബിൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇതുപോലെ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻസ് കിട്ടും. ഓക്കെ, ആൻഡ് വീഡിയോ പറ്റിയുള്ള അഭിപ്രായങ്ങൾ ഇഷ്ടമായില്ലെങ്കിലും ഒന്ന് കമന്റ് ചെയ്യുക. കാരണം എന്താ പറയാ, എനിക്കറിയാലോ എത്ര പേർക്ക് ഇഷ്ടമാവുന്നുണ്ട്, എത്ര പേർക്ക് ഇഷ്ടമാവുന്നില്ല, എത്ര പേര് എന്നെ വെറുക്കുന്നുണ്ട്, എത്ര പേര് ഇത് മേടിക്കുന്നുണ്ട്, എത്ര പേര് മേടിക്കുന്നില്ല എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ്. സോ അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഇത് മേടിക്കാൻ ആഗ്രഹിക്കുന്ന കുറച്ച് ആൾക്കാരെ നിങ്ങളുടെ മൈൻഡിൽ ഇപ്പോൾ വന്നിട്ടുണ്ടാവില്ലേ. ഈവൻ ബോയ്സ് ആണ് ഇത് കാണുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലവേഴ്സ്, ഇങ്ങനത്തെ കമ്മൽസ് ഇഷ്ടമുള്ള ആൾക്കാരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ആൻഡ് ഗേൾസ് ആണ് കാണുന്നുണ്ടെങ്കിൽ, കുശുമ്പില്ലാത്ത ഗേൾസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ആൻഡ് സോ ആർക്കെങ്കിലും സർപ്രൈസ് ഒക്കെ കൊടുക്കാൻ പറ്റിയ ഐറ്റംസ് ആണ് കേട്ടോ ഇതൊക്കെ. കാരണം എല്ലാ ഗേൾസിന്റെയും സ്വപ്ന കമ്മലുകളാണ് ഗൈസ്. ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് എന്താ പറയാ, നിങ്ങൾ മേടിച്ചിട്ട് അതിന്റെ ഫീഡ്ബാക്സ് കാര്യങ്ങളൊക്കെ പറയാ. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും നേരത്തെ എന്താ പറയാ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ, ലവ് യു, ടേക്ക് കെയർ.